കബൂൽ ചെയ്യട്ടെ. പിന്നെ ഞാനിപ്പോ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ്. കേൾക്കുന്നൊരു കുറെ ആൾക്കാരുണ്ടാവൂല അല്ലെ? കുറെ ആൾക്കാർ. ഞാനിപ്പം അസറിന്റെ ശേഷം നമ്മുടെ ഒരാൾ ഇവിടെ വന്നിരുന്നു. അങ്ങനെ നമ്മുടെ പുറത്ത് സംവാദം ഉണ്ടായല്ലോ. എവിടെയാണ്? പേരാമ്പ്ര അല്ലേ പുറത്ത് സംവാദം ഉണ്ടായത് നമ്മളെ അല്ലെ? പേരാമ്പ്ര സംവാദം മുജാഹിദ് പക്ഷത്തു നിന്ന് സംഘടിപ്പിച്ചതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളായ വ്യക്തി. അദ്ദേഹം ആദ്യം ഇവിടെ ഗൾഫിലുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു ഗവൺമെന്റ് ജോലിക്കാരനാണെന്ന് എന്റെ അറിവ്. അങ്ങനെയാണ്. ഇത് നാട്ടില് ഗവൺമെന്റ് ജോലിക്കാരനാകുമ്പോ ചിലപ്പോ അദ്ദേഹം ലീവ് എടുത്തു 5 കൊല്ലത്തിന് 10 കൊല്ലത്തിനൊക്കെ ലീവ് എടുത്ത് ഗൾഫിൽ വരുമല്ലോ അല്ലെ, ജോലിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ആയിരിക്കാം, എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. ഇതിൽ അദ്ദേഹം നാട്ടിൽ പോയി അങ്ങനെ ജോലിയിൽ പ്രവേശിച്ചു. അതിന് പുറമെ അദ്ദേഹം ഒരു മുജാഹിദ് പള്ളിയിലെ ഖതീബും മുജാഹിദ് മദ്രസയിലെ പിന്നെ അധ്യാപകനും ആയിട്ടും ജോലി ചെയ്തു. ഗവൺമെന്റ് ജോലിക്ക് പുറമെ മുജാഹിദ് പള്ളിയിലെ ഖതീബും ഓരോ മദ്രസയിലെ അധ്യാപകനുമായിട്ട് അങ്ങനെ ജോലി ചെയ്തു. ഈ സംവാദം സംഘടിപ്പിക്കുന്ന വിഷയത്തിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് സംവാദത്തിന് ശേഷം അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനം ഒഴിവാവുകയും നമ്മുടെ സമസ്തയിലേക്ക് കടന്നു വരികയും ചെയ്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. ചെറിയ സന്തോഷ വാർത്ത അല്ലല്ലോ അല്ലേ? വലിയ സന്തോഷ വാർത്ത. ഇൻഷാ അല്ലാഹ് അത് അതിന്റെ അച്ചൂര് പൈസ ഉണ്ടോ? ഞാൻ വേറെ കേൾക്കണ്ട. അച്ചൂര് വേറണ്ട. അച്ചൂര് പൈസ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് പറയും. ഇനി ഞാനതിന്റെ പ്രാഥമികമായ എനിക്ക് കിട്ടിയ വിവരം മാത്രം നിങ്ങളെന്ന് അറിയിച്ചാണ്. വല്ലാത്തൊരു അല്ലേ, വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. സന്തോഷം തോന്നുന്ന സന്തോഷമാണല്ലോ അത്. അതാണ് നമ്മുടെ സംവാദത്തിനല്ലേ. ഇസ്തിഖാമ നടത്തിയ ഓരോ സംവാദവും അങ്ങനെ തന്നെയാണ്. ഇസ്തിഖാമ മാത്രമല്ല, പണ്ട് ഇവിടെ നമ്മുടെ റൂമില്, നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമാണ്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമില് പണ്ടൊരു സംവാദം നടത്തി, ആര്യത്ത് സ്വലാത്ത് സംബന്ധമായ സംവാദം. ആ സംവാദത്തിന് ശേഷം മുജാഹിദ് പക്ഷത്തുള്ള ഒരു മൗലവി മുജാഹിദിങ്ങളോട് സംവാദം നടത്തി. പിന്നെ നാരിസ്വലാത്തിനെ സംബന്ധിച്ച് നമ്മൾ നാരിസ്വലാത്ത് സംവാദം നടത്തി. അപ്പൊ അയാൾക്ക് എല്ലാ കാര്യം ബോധ്യപ്പെട്ടതിനു ശേഷം നാരിസ്വലാത്തിൽ ശിർക്കില്ല, അത് നല്ല സലാത്താണ് എന്ന കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനക്കാരോട് പിന്നെ അദ്ദേഹം സംവാദം നടത്തി നാരിസ്വലാത്ത് സംബന്ധമായ. അപ്പൊ നമ്മൾ സംവാദം നടത്തുന്ന ഓരോ സംവാദവും അങ്ങനെയാണ്. കാരണം അതെന്താണ് കണ്ടോ, അത് സത്യം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന സതുദ്ദേശത്തോടു കൂടി നടത്തുന്ന സംവാദങ്ങളാണ്. അതല്ലാതെ എതിരാളിയാണ് മുട്ടുകുത്തിക്കുക, ഓനാണ്ട് വഷളാക്കുക, പരാജയപ്പെടുത്തുക, അതല്ല ലക്ഷ്യം. അവനെ വഷളാക്കുക എന്നുള്ളതല്ല. ചിലർക്കുണ്ട് അങ്ങനെ സംവാദം അല്ലേ, മറ്റവനണ്ട് ഒന്നും ഇല്ലാതാക്കുക, അതല്ല. നമ്മുടെ പക്ഷത്ത് സത്യമുണ്ട്, ആ സത്യം എങ്ങനെയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കണം എന്ന സതുദ്ദേശത്തോടു കൂടി നടത്തുന്ന സംവാദം എന്ന് വെച്ചാൽ നാവ് കൊണ്ട് സംസാരിക്കുന്നതിന് പുറമെ ഹൃദയം കൊണ്ടുകൂടി സംസാരിക്കുകയാണ്. ആ രീതിയിലുള്ള സംവാദമാകുമ്പോൾ അത് വലിയ ഫലം ചെയ്യും. അതിന് വലിയൊരു ഉദാഹരണമാണ് ഇപ്പത്. ഇൻഷാ അതിന്റെ സംബന്ധമായി അച്ചൂര് ഫൈസി ഞാൻ പറഞ്ഞ കേൾക്കുകയാണെങ്കിൽ അദ്ദേഹം ഇവിടെ ഉണ്ടാവില്ല. അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹം വിശദീകരിക്കണം. അദ്ദേഹത്തിന് അത് സംബന്ധമായി കൂടുതൽ അദ്ദേഹത്തിന് അറിയാം. അപ്പോ പിന്നെന്താണ് ഉസ്താദെ, ഹൈലുണ്ടായ സ്ത്രീകൾ ഹറമിൽ പ്രവേശിക്കുന്നതിന്റെ വിധി എന്ത്? ഹറമിലെ പള്ളിയിൽ പ്രവേശിക്കാൻ പറ്റില്ല, ഹറം പ്രദേശത്ത് പ്രവേശിക്കാം. ഹറമിലെ മസ്ജിദ് ഹറാം ഉണ്ടല്ലോ, മസ്ജിദ് ഹറാമിലും മസ്ജിദ് നബവിയിലൊന്നും പ്രവേശിക്കാൻ പാടില്ല ഹൈലുള്ള സ്ത്രീകൾക്ക്. ഹൈലുള്ള പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ലല്ലോ. അതുപോലെ തന്നെ മസ്ജിദ് ഹറാമും മസ്ജിദ് നബിയും ഒക്കെ അങ്ങനെ തന്നെയാണ്, പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല. പിന്നെ വിധി എന്ത്? അവർ എങ്ങനെ തവാഫ് ചെയ്യും? തവാഫ് ചെയ്യാൻ പറ്റൂല ഹൈലുള്ള പെണ്ണുങ്ങൾക്ക്. ഹൈലിനെ അല്ലെ തവാഫിന്റെ നിബന്ധനയാണ് ഏത്? വലിയ ശുദ്ധിയെത്തൊട്ടും ചെറിയ ശുദ്ധിയെത്തൊട്ടും ശുദ്ധിയാവുക, ഔറത്ത് മറക്കുക, ഇതൊക്കെ തവാഫിന്റെ നിബന്ധനയാണ്. അപ്പൊ ഹൈലുള്ള പെണ്ണുങ്ങൾക്ക് വലിയ ശുദ്ധിയാണല്ലോ, അപ്പൊ അവർക്ക് പിന്നെ തവാഫ് ചെയ്യാൻ പറ്റൂല. ഹൈൽ മാറി കുളിച്ച് ശുദ്ധിയായ ശേഷമേ തവാഫ് ചെയ്യാൻ പറ്റൂ. പിന്നെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ. ഒരു സഹോദരൻ സക്കാത്തിന്റെ സമയം അദ്ദേഹം പിന്നെ ഉള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പറമ്പ് കച്ചവടക്കാരാണ് അദ്ദേഹം. അതായത് കച്ചവട ആവശ്യത്തിന് വേണ്ടി വാങ്ങിയ പറമ്പ് 5 വർഷം കഴിഞ്ഞിട്ടാണ് വിറ്റത്. അപ്പോൾ അതിന്റെ സക്കാത്ത് 5 വർഷം കൊടുക്കണമെന്നാ വേണം. അത് വിൽക്കട്ടെ വിൽക്കാതിരിക്കട്ടെ, 5 വർഷം കഴിഞ്ഞിട്ടാണ് വിറ്റത്, വിൽക്കട്ടെ വിൽക്കാതിരിക്കട്ടെ, അതുകൊണ്ട് വിൽപ്പന ചരക്കാണത്.
സാധാരണ ഭൂമിയാണെങ്കിൽ സാധാരണ ഭൂമിക്ക് സക്കാത്തില്ല. പിന്നെ ആ ഭൂമി വാങ്ങിയത് എന്തിനാണ്? വിൽക്കാൻ വേണ്ടി വാങ്ങിയതാണ്. അല്ലെങ്കിൽ വാങ്ങിയത് വിൽക്കാൻ വേണ്ടിയല്ല. ഒരു അയാളുടെ കയ്യിൽ തന്നെയുള്ള ഭൂമിയാണ്. അയാൾ അതെന്ത് ചെയ്തു? അത് വിൽപ്പന ചരക്കാക്കി നിയ്യത്ത് ചെയ്തു അയാൾ. എന്നാലും പിന്നെ വർഷം പൂർത്തിയാൽ സക്കാത്ത് കൊടുക്കണം. നമ്മുടെ സ്വന്തം ഭൂമിയാണ്. ആ ഭൂമി വിൽക്കാൻ നിയ്യത്ത് വെക്കല്ല കേട്ടാ. ഇത് ഭൂമി വിൽക്കണം എന്ന് വിചാരിക്കല്ല. ആ ഭൂമി വിൽപ്പന ചരക്കായി അയാൾ കരുതി, അയാൾ നിയ്യത്ത് വെച്ചു. എന്നാൽ പിന്നെ ഒരു വർഷം പൂർത്തിയായാൽ സക്കാത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ കച്ചവട ആവശ്യത്തിന് വേണ്ടി വാങ്ങിയ ഭൂമിയാണെങ്കിലും എന്ത് വേണം? എല്ലാ വർഷവും സക്കാത്ത് കൊടുക്കണം. ആ ഭൂമി എത്ര സക്കാത്തിന്റെ നിസാബ് തികയുന്ന സംഖ്യക്കുള്ള ഭൂമിയാണെങ്കിലാണ് സക്കാത്ത് കൊടുക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടാവുമല്ലേ? 595 ഗ്രാം വെള്ളി, 595 ഗ്രാം വെള്ളിക്ക് ഇപ്പൊ 10-25,000 ഇന്ത്യൻ റുപ്യ മതിയാവും. ആ ഭൂമിക്ക് ഇപ്പൊ എന്ത് ഭൂമിയാ കിട്ടല്ലേ ആ വിലക്ക്? ഏതായാലും ശരി, സക്കാത്തിന് നിസാബ് തികയാൻ അത് മതി. അപ്പൊ സക്കാത്തിന്റെ നിസാബ് തികയുന്ന സംഖ്യക്കുള്ള ഭൂമി ഒരാൾ വാങ്ങി കച്ചവട ആവശ്യത്തിന് വേണ്ടി വാങ്ങി, അപ്പോൾ അതിന്റെ ഓരോ വർഷം പൂർത്തിയാകുമ്പോൾ അതിന്റെ സക്കാത്ത് കൊടുക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ 10 ലക്ഷം റുപ്യന്റെ ഭൂമി ഒരാൾ വാങ്ങി, 10 ലക്ഷം റുപ്യന്റെ ഭൂമി ഇത് വാങ്ങി. എന്തിനാണ് വാങ്ങിയത്? വിൽപ്പനക്ക് വേണ്ടി വാങ്ങിയതാണ്. വിൽപ്പനക്ക് വാങ്ങിച്ചാൽ അത് കച്ചവട ചരക്കായ രീതിയിൽ വാങ്ങിയതാണ്. ആള് ഭൂമി കച്ചവടക്കാരനാണ്, ആ നിലക്ക് വാങ്ങിയതാണ്. അങ്ങനെ ഒരു വർഷം പൂർത്തിയായപ്പോഴോ അത് വിറ്റുപോയില്ല. എന്നാൽ എന്ത് ചെയ്യണം? ആ വർഷം 10 ലക്ഷം റുപ്യന്റെ 2% സക്കാത്ത് കൊടുക്കണം. 10 ലക്ഷം റുപ്യന്റെ 2% എത്ര? 10 ലക്ഷം റുപ്യന്റെ പിന്നെ എത്ര ഉണ്ടാവും? 25,000 റുപ്യ അല്ലേ? 25,000 റുപ്യ അയാൾ സക്കാത്ത് കൊടുക്കണം. രണ്ടാമത്തെ വർഷമോ? രണ്ടാമത്തെ വർഷവും വേണം. രണ്ടാമത്തെ വർഷം വിറ്റുപോയിട്ടില്ല നിൽക്കുക, എന്നാലും ആ രണ്ടാമത്തെ വർഷവും സക്കാത്ത് കൊടുക്കണം. എത്ര വർഷമാണ് അത് വിറ്റുപോവാതെ അയാളെ കൈവശമുള്ളത്, അപ്പോഴൊക്കെ ഓരോ വർഷം പൂർത്തിയാകുമ്പോൾ അതിന്റെ സക്കാത്ത് കൊടുക്കണം. വിറ്റുപോയാലോ? വിറ്റുപോയാൽ പിന്നെ അതിന് സക്കാത്ത് കൊടുക്കണ്ട. അയാളെ കൈവശത്ത് നിന്ന് പോയല്ലോ, പിന്നെ വിൽക്കുന്നവരേക്കും ഓരോ വർഷവും അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. പിന്നെ ഭൂമി കൊടുത്താൽ മതിയോ എന്ന് ചോദിക്കേണ്ട. ഭൂമിയല്ല കൊടുക്കേണ്ടത്, കച്ചവട ചരക്കിന്റെ വിലയാണ് പിന്നെ സക്കാത്ത് കൊടുക്കേണ്ടത്. അതല്ല കച്ചവട ചരക്കല്ല. ഇപ്പൊ ഒരാൾ ഒരു പീടിക കച്ചവടക്കാരനാണ് നിൽക്കുക, പല ചെറുക്ക് കച്ചവടക്കാരനാണ്. എന്നാലും ശർക്കരപ്പൊടിയും ചായപ്പൊടിയും ഒക്കെ അല്ല സക്കാത്ത് കൊടുക്കേണ്ടത്. പിന്നെയോ? പിന്നെ സക്കാത്ത് കൊടുക്കേണ്ടത് അതിന്റെ വിലയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇപ്പൊ എന്താണ് ഈ ഗുഡ് വേ എന്നുള്ള ഐഡിയ? നമ്മുടെ അല്ലുകുട്ടി ഹുദവിന്റെ അല്ലേ ഐഡിയ അല്ലേ? അല്ലേ? എനിക്ക് സംശയം. ഗുഡ് വേ അല്ലുകുട്ടി ഹുദവിയ അല്ലല്ലേ? മൂപ്പര് അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടല്ലോ മൂപ്പർക്ക്. എന്താവട്ടെ ഉസ്താദെ, ഹൈബിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ പറഞ്ഞു. പിന്നെ ഞാന് അല്ലുകുട്ടി ഹുദവിയാണെങ്കിലേ, അല്ലുകുട്ടി ഹുദവി മാത്രമല്ല ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ അബൂ റാഷിദൊക്കെ എപ്പോഴും ക്ലാസ് എടുക്കാറുണ്ട്. സമദ് ഫൈസിൻ തന്നെ എപ്പോഴും ഒഴിവുണ്ടാകുന്ന സമയത്തൊക്കെ അദ്ദേഹത്തെ മൈക്ക് എടുക്കാറുണ്ട്. വേറെയും കുറെ വലിയ വലിയ പണ്ഡിതന്മാരുണ്ട് ഇവിടെ. നമ്മുടെ ഗുഡ് വേർഡ്സ് ആണ് മറ്റ്. അപ്പൊ എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ സാധിക്കുന്ന രീതിയിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ക്ലാസ് എടുക്കണം. ഇപ്പം നമ്മുടെ KPN താരിമിന്റെ ഫത്ഹുൽ മുഈൻ ദർസുള്ളത് എന്ത് രസകരമായ ദർസാണല്ലേ? വളരെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ സംശയങ്ങളൊക്കെ തീർത്ത് കൊണ്ടുള്ള നല്ലൊരു ദർസ് KPN താരിമിന്റെ ദർസ്, ഫത്ഹുൽ മുഈൻ ദർസ്. അതുപോലെ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. എന്തെങ്കിലും കിതാബൊക്കെ ദർസ് നടത്തുകയോ അതിന് ഏതെങ്കിലും വിഷയത്തെ കുറിച്ച് ക്ലാസ് എടുക്കുകയോ. എത്ര ഗുണമാണ്! ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആണും പെണ്ണും കുട്ടികളും വലിയവരും ഒക്കെ കേൾക്കലുണ്ട്, കാര്യങ്ങൾ പഠിക്കല്ലേ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അതിനോട് ശ്രമിക്കണം. സാധിക്കുന്ന ആളുകളൊക്കെ അവരവർക്ക് സാധിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ അറിയിക്കാണ്. ഇമാമ് അതേ മദ്ഹബ് ആണ് എന്ന് അറിയില്ല, എന്നാൽ എങ്ങനെ നിയ്യത്ത് ചെയ്യണം? അതിന് ഇമാമ് ഇന്ന മദ്ഹബുകാരെന്ന് അറിയൊന്നും വേണ്ട. നിസ്കാരത്തിന്റെ ജമാഅത്തിന്റെ നിബന്ധന പെട്ടതല്ലേ ഏത്? ഇമാം ഏത് മദ്ഹബുകാരനാണ് എന്നറിയണം എന്നില്ല. ഏത് മദ്ഹബുകാരനെ ആരും വേണ്ടില്ല. ഏത് മദ്ഹബുകാരനായാലും വേണ്ട, വിഷയമില്ലാന്ന്. ഏത് മദ്ഹബുകാരനായി തുറന്നു നിസ്കരിക്കാം. ഇമാം ഏത് മദ്ഹബുകാരനാവണം എന്നറിയേണ്ടതില്ല. തുടരുന്ന ആളുണ്ടല്ലോ, തുടരുന്ന ആളുടെ വിശ്വാസമനുസരിച്ച് ആ ഇമാമിന്റെ നിസ്കാരം ബാത്തിലാവാനാ മതി. അതുപോലെ ഷാഫി മദ്ഹബുകാരനാണ് ഇമാം നിൽക്കുന്നത്, എന്നാലും പറ്റുമല്ലോ. ഇമാം ഷാഫി മദ്ഹബുകാരൻ തന്നെയാണ്, പക്ഷെ ആ നിസ്കാരം ബാത്തിലാണ്. എന്നാൽ വേറെ തുടരാൻ പറ്റുമോ? പറ്റൂല്ലോ. അപ്പൊ അതങ്ങനെ തന്നെയാണ്. അപ്പൊ ഇന്ന മദ്ഹബുകാരൻ അറിയൊന്നും വേണ്ട. അയാളുടെ നിസ്കാരം ബാത്തിൽ സഹീഹായാൽ മതി, എന്നാൽ അയാളുടെ തുടർന്ന് നിസ്കരിക്കാം.
അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ വൈഫ് ഊരവേദന ആയിട്ട് ഹോസ്പിറ്റലിൽ വളരെ പ്രയാസത്തിൽ ഓപ്പറേഷൻ വേണം എന്ന് ഡോക്ടർ പറഞ്ഞു. ഓപ്പറേഷൻ കൂടാതെ ഷിഫ കിട്ടാൻ ദുആ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷിഫ നൽകട്ടെ. എന്തിനാ ഓപ്പറേഷൻ കൂടാതെ എന്നൊക്കെ നോക്കണ്? ഒരു രോഗം വന്നാൽ ആ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഉണ്ട്. ഫലപ്രദമായ ഒരു ആജിലായ പ്രഗത്ഭനായ ഡോക്ടർ ആ രോഗത്തിന് ഇന്നതാണ് ചികിത്സ എന്ന് പറഞ്ഞു. ആ ചികിത്സ ഓപ്പറേഷൻ ആണെങ്കിൽ ഇപ്പൊ അത് ആയിക്കോട്ടെ. അതുകൊണ്ട് എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഭാര്യയ്ക്ക് പൂർണ്ണ ശിഫ നൽകട്ടെ. കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും പെടുത്താതിരിക്കട്ടെ. പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. സിഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഞാന് പണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് നാട്ടിക മൂസ മുസ്ലിയാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഉഖ്റവിയാ ജീവിതം സുഖാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന് അറ്റാക്കായിരുന്നു, ഹാർട്ട് അറ്റാക്കിന്റെ അസുഖക്കാരനായിരുന്നു. അങ്ങനെ അസുഖം ഉണ്ടായതിനു ശേഷം തന്നെ അദ്ദേഹം പല പ്രാവശ്യം ഗൾഫിലൊക്കെ വന്ന് നമ്മളോടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തോട് ഡോക്ടർമാർ പറഞ്ഞത്രേ, അത് ഓപ്പറേഷൻ ചെയ്ത് ബ്ലോക്ക് നീക്കണം, എന്നാലും അതല്ലെങ്കിൽ വലിയ അപകടമാണ് എന്ന് ഡോക്ടർമാരൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞത്രേ. പക്ഷെ അദ്ദേഹം അതൊന്നും കൂട്ടാക്കാതെ ഈ പ്രകൃതി ചികിത്സ, ഈ ക്യാരറ്റും അതുപോലെ ഖിയാറ് പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഈ സലാഡൊക്കെ കഴിച്ച് വേറെ ഇങ്ങനെ കൊഴുപ്പുള്ള സാധനങ്ങളൊന്നും കഴിക്കാതെ ഇങ്ങനെ ജീവിക്കുന്നു അദ്ദേഹം. അതേ ആ കാലഘട്ടത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് കെ.ടി. മാനൂർ മുസ്ലിയാർ നവറല്ലാഹു മർഖദ, അദ്ദേഹത്തിനും ഈ അസുഖം ഉണ്ടായിരുന്നത്, ഈ അറ്റാക്കിന്റെ. കെ.ടി. മാനൂർ മുസ്ലിയാർ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് അങ്ങനെ മദ്രാസിൽ എവിടെയൊക്കെ പോയിട്ട് ഓപ്പറേഷൻ ചെയ്ത് അതിന്റെ ആ ബ്ലോക്കൊക്കെ നീക്കി അൽഹംദുലില്ലാ അദ്ദേഹം വീണ്ടും കുറെ ജീവിച്ചു അല്ലേ. എന്നിട്ട് അത്യാവശ്യമൊക്കെ കുറെയൊക്കെ ജീവിച്ച് എന്നിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. നാട്ടിക എന്ത് ചെയ്തില്ല, ഓപ്പറേഷൻ ചെയ്തില്ല, അദ്ദേഹം പെട്ടെന്ന് മരിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട മാനുലിയർ അദ്ദേഹത്തിന്റെ സ്മരണികയില്, നാട്ടികന്റെ സ്മരണികയില് പലരും പല ലേഖനം എഴുതിയിട്ടുണ്ട്. ഉച്ചക്ക് അസ്തമിച്ച സൂര്യൻ എന്നാണ് അല്ലേ, ഉച്ചക്ക് അസ്തമിച്ച സൂര്യൻ എന്നാണ് ബഹുമാനപ്പെട്ട കെ.ടി. മാനുലിയർ എഴുതിയ ലേഖനത്തിന്റെ ഹെഡിങ്. അങ്ങനെയാണ് ആ സ്മരണികയിലെ ഏറ്റവും നല്ല ഹെഡിങ് ഉണ്ടല്ലോ, അത് ആ ഹെഡിങ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഉച്ചക്ക് അസ്തമിച്ച സൂര്യൻ, വല്ലാത്തൊരു ഏറ്റവും നല്ലൊരു ഹെഡിങ് തന്നെയാണ്. ഞാൻ പറഞ്ഞതല്ല, ആ മൂപ്പരെന്ത് ചെയ്തില്ല, ഓപ്പറേഷൻ ചെയ്തില്ല, അങ്ങനെ പ്രകൃതി ചികിത്സയും മറ്റൊക്കെ നോക്കി അങ്ങനെ മൂപ്പര് പെട്ടെന്ന് മരിച്ചു പോവുകയും ചെയ്തു, ഉച്ചക്കന്നെ അസ്തമിച്ച്. അപ്പൊ അതല്ല, ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാലേ ഓപ്പറേഷൻ ചെയ്യുക, അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊക്കെ വേണ്ടതാണ്. പിന്നീടാണ് അറിയണതില്ലേ, പിന്നീടാണ് അറിയുന്നത് ബഹുമാനപ്പെട്ട നാട്ടിക അദ്ദേഹത്തിന് അടുക്കൽ പൈസ ഇല്ലാത്തതിന്റെ പേരിലാണ്, അന്ന് 2 ലക്ഷം ഉറുപ്പ്യ വേണം, 2 ലക്ഷം ഉറുപ്പ്യ ഇല്ലാത്തതിന്റെ പേരിലാണ് ഓപ്പറേഷൻ ചെയ്യാതിരുന്നത് എന്ന് പിന്നെയാണ് അറിയുന്നത്. മറ്റാളുകളോട് മൂപ്പരങ്ങനെ പറയുന്നില്ലല്ലോ, അതിന് വലിയ പൈസ വരും അതുകൊണ്ട് അങ്ങനെ മൂപ്പര് പറയില്ല, അത് മൂപ്പര് പറയില്ല. മൂപ്പരായി അതൊക്കെ വലിയ അതൊന്നല്ല, നല്ല ചികിത്സ ഇതാണ്, അങ്ങനെ പിന്നെ ഈ പ്രകൃതി വേണ്ടാത്തവൻ കഴിക്കാഞ്ഞാൽ മതി എന്നൊക്കെ മൂപ്പര് പറയുള്ളൂ. പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് അദ്ദേഹത്തിന് പൈസ ഒപ്പിക്കാൻ സാധിക്കാത്തതിന്റെ പേരിലാണ് ഓപ്പറേഷൻ ചെയ്യാതിരുന്നത് എന്ന്. അദ്ദേഹം ഉച്ചക്ക് തന്നെ അസ്തമിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഉഖ്റവിയ ജീവിതം സുഖമാക്കി കൊടുക്കട്ടെ, റാഹത്തിനും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. നമ്മളൊക്കെ മരിച്ചാൽ നമ്മുടെയും ഖബർ അള്ളാഹു വിശാലമാക്കുകയും ഉഖ്റവിയ ജീവിതം അള്ളാഹു സന്തോഷത്തിനും റാഹത്തിലാക്കി തരികയും ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അപ്പോ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ ഭാര്യയുടെ പ്രസവം അടുത്തിരിക്കുന്നു, ഉസ്താദ് പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും പെടുത്താതിരിക്കട്ടെ. അള്ളാഹു പ്രസവമൊക്കെ സുഖമാക്കി കൊടുക്കട്ടെ. പ്രസവത്തിൽ അള്ളാഹു സ്വാലിഹായ ദീനും കുടുംബത്തിനും ഉപകരിക്കുന്ന നല്ല സന്താനത്തെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ്. ധനികന്റെ എന്താണ് ബാധ്യതകൾ എന്തൊക്കെയാണ്? ധനികന്റെ ബാധ്യതകൾ എന്തൊക്കെയാണ്? എങ്ങനെ അതിന് മറുപടി നമ്മള് ധനികന്റെ ബാധ്യത ഇപ്പൊ പെട്ടെന്ന് മറുപടി പറയാൻ പറ്റുമോ? സാധുക്കളെ സഹായിക്കുക, അതാണ് ഇപ്പൊ എന്റെ ബാധ്യത വേണമെങ്കിൽ അങ്ങനെ ഒന്നിച്ച് പറയല്ലേ. ധനികന്റെ ബാധ്യത എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് പറയാൻ എനിക്ക് അറിയില്ല. നീ വേറെ എവിടെയെങ്കിലും അതിന് ഒറ്റ വാക്കിൽ വല്ല ഉത്തരവും അതിന് എവിടെയുണ്ടോന്ന് എനിക്കറിയില്ല.
മറ്റുള്ളവരൊക്കെ സഹായിക്കും. അത് തന്നെ അവന്റെ എന്നേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് അത്ര അറിയുള്ളൂ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഇമാം നിസ്കാരം തുടങ്ങി, ഒരു റക്അത്ത് കഴിഞ്ഞു, നമ്മൾ തുടരുകയും ഇമാം ആദ്യത്തെ അത്തഹിയ്യാത്ത് മറക്കുകയും പിന്നീട് സഹ്വിന്റെ സുജൂദ് ചെയ്യുകയും ചെയ്തു. പിന്നീട് നമ്മൾ റക്അത്ത് നിസ്കരിക്കുമ്പോൾ വീണ്ടും സഹ്വിന്റെ സുജൂദ് ചെയ്യണോ വേണം? ഇമാമ് സഹ്വിന്റെ സുജൂദ് ചെയ്തു. അപ്പൊ നമ്മൾ ആ ഇമാമിനോട് കൂടെ സഹ്വിന്റെ സുജൂദ് ചെയ്യൽ നിർബന്ധമാണ്. സഹ്വിന്റെ സുജൂദ് ശരിക്കും സുന്നത്താണ്. പക്ഷെ ഇമാമിന് സഹ്വിന്റെ സുജൂദ് ചെയ്ത് നിൽക്കുക. എന്നാൽ മൗമൂമിനും സഹ്വിന്റെ സുജൂദ് ചെയ്യൽ നിർബന്ധമാണ്. കാരണം മുതാബഅത്തിൽ ഇമാമ് നിർബന്ധമാണല്ലോ, ഇമാമിനെ തുടരുക എന്നുള്ളത്. അത് നിർബന്ധമാണ്. പിന്നീട് നമ്മുടെ നിസ്കാരത്തിന്റെ അവസാനം ഒരു റക്അത്ത് ഇയാള് പിന്നെ ഇമാം സലാം കുട്ടിയതിനു ശേഷം ഒരു റക്അത്ത് നിസ്കരിക്കേണ്ട ആളാണ്. എന്നാൽ അയാളുടെ നിസ്കാരത്തിന്റെ അവസാനവും സഹ്വിന്റെ സുജൂദ് ചെയ്യൽ അയാൾക്ക് സുന്നത്തുണ്ട്. മനസ്സിലായല്ലേ? പിന്നെന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ട്രെയിനിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ മഗ്രിബിന്റെ സമയത്ത് ഇശാ നിസ്കാരം മുന്തിച്ചു ഖസറാക്കി 2 റക്അത്ത് ആണ് നിസ്കരിച്ചത്. അത് മടക്കി നിസ്കരിക്കുമ്പോൾ ഇശാ നിസ്കാരം 4 നിസ്കരിക്കണോ 2 മതിയാകുമോ? ഈ മടക്കി നിസ്കരിക്കാന്ന് പറഞ്ഞാല് മടക്കി നിസ്കരിക്കൽ നിർബന്ധമായ നിസ്കാരമുണ്ട് അല്ലെ? അതിന്റെ ഷർത്തും ഫർദൊന്നും ശരിക്കും സൂക്ഷിക്കാൻ സാധിച്ചില്ല. അങ്ങനത്തെ നിസ്കാരമാണ്. അങ്ങനെ ചെയ്തു നിൽക്കുക. ഇപ്പൊ ഉദാഹരണം ഖിബിലേക്ക് നിസ്കാരത്തിന്റെ അവസാനം ഫർദ് നിസ്കാരത്തിന്റെ അവസാനം വരേക്കും ഖിബിലയിലേക്ക് മുന്നേറുന്ന നിർബന്ധമാണ്. സുന്നത്ത് നിസ്കരിക്കൽ പോലല്ല. സുന്നത്ത് നിസ്കാരത്തിൽ ഖിബിലയിലേക്ക് മുന്നേറുന്ന നിർബന്ധമില്ല യാത്രക്കാരന് വാഹനത്തിൽ വെച്ച് നിസ്കാരത്തിന്. നേരെ വെച്ച് ഫർദ് നിസ്കാരത്തിന് അങ്ങനല്ല. തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരേക്കും ഖിബിലിന്റെ ഭാഗത്ത് തന്നെ ആവണം. ഇടയിൽ ഒരിക്കലും ഖിബിലയെ തൊട്ട് തെറ്റാൻ പാടില്ല. അങ്ങനെ എന്ത് ട്രെയിനിൽ വെച്ച് ഒരാൾ നിസ്കരിച്ചു, ആ വഖത്തിന്റെ ഹുർമത്ത് മാനിച്ചുകൊണ്ടാണ് നിസ്കരിച്ചു, അയാൾ ഖസറും ജമാഅത്താക്കി നിസ്കരിക്കുന്നത്. അത് മടക്കി നിസ്കരിക്കുകയും വേണം. മടക്കി നിസ്കരിക്കുമ്പോൾ ഖസറാക്കി നിസ്കരിക്കാൻ പറ്റുകയില്ല, പൂർണ്ണമായിട്ട് നിസ്കരിക്കണം. കാരണം യാത്രക്കാർക്ക് യാത്രയിൽ വെച്ചാണ് ഖസറും ജമാഅത്ത് അനുവദിക്കപ്പെടുക. അയാൾ മുഖീമായാൽ, അയാളുടെ യാത്ര അവസാനിച്ചാൽ പിന്നെ ഖസറും ജമാഅത്തില്ല. അപ്പൊ അത് പൂർണ്ണമായി തന്നെ നിസ്കരിക്കണം. പിന്നെന്താണ് ഉസ്താദെ, ളുഹാ നിസ്കാരം 12 റക്അത്ത് ഉണ്ടോ? അതൊരു അഭിപ്രായം ഉണ്ട് അങ്ങനെ 12 റക്അത്ത്. പക്ഷെ പ്രബലമായ അഭിപ്രായം ളുഹ 8 റക്അത്താണ്. ളുഹയിൽ ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്താണ്. അതിനേൽ കമാലുണ്ട്. ഏറ്റവും ചുരുങ്ങിയതല്ല ഏറ്റവും കൂടുതലല്ല, ഒരു മിതമായത് എന്ന് അറിയില്ല നമ്മളല്ലേ, അത് 4 റക്അത്താണ്. എന്നാൽ ളുഹയിൽ നിന്ന് ഏറ്റവും അധികരിച്ചത് 8 റക്അത്താണ്. അതാണ് പ്രബലമായ അഭിപ്രായം. 12 റക്അത്താണെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. ഉസ്താദെ, ഇശ്റാഖ് നിസ്കാരത്തിന്റെ സമയം ഒന്ന് വിശദീകരിക്കാം. ഇശ്റാഖ് നിസ്കാരം എന്ന് പറഞ്ഞാല് സൂര്യൻ ഉദിച്ച ഉടനെ ഉള്ള നിസ്കാരമാണ്. സൂര്യൻ ഉദിച്ച ഉടനെ ളുഹാന്റെ മുമ്പായി നിസ്കരിക്കുന്ന നിസ്കാരം, അതാണ് ഇശ്റാഖ് നിസ്കാരം. എന്നാൽ ഇശ്റാഖ് നിസ്കാരം ളുഹയും ഒന്നാണ് എന്ന് പറഞ്ഞവരുണ്ട്. ഇശ്റാഖ് നിസ്കാരം ഒന്ന് വേറെ, ളുഹ നിസ്കാരം ഒന്ന് വേറെ, ഇശ്റാഖും ളുഹയും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ ഗസാലി ഇമാമിനെ പോലെയുള്ള ഇമാമികളൊക്കെ പറഞ്ഞത് അല്ല, ഇശ്റാഖ് വേറെയാണ് ളുഹ വേറെയാണ്. അങ്ങനെ ആവുമ്പോ ഇശ്റാഖ് എപ്പോഴാണ്? ഇശ്റാഖ് ളുഹ നിസ്കാരത്തിന് മുമ്പായി സൂര്യൻ ഉദിച്ച ഉടനെ നിസ്കരിക്കുന്ന നിസ്കാരമാണ്. പിന്നെ സൗദിയിൽ എപ്പോഴാ ളുഹ ടൈം? സൗദിയിലായാലും എപ്പോഴും എവിടായാലും അല്ലേ, എന്താണ് അല്ലേ? സൂര്യൻ ഉദിച്ച് നമ്മുടെ ദൃഷ്ടിയിൽ 7 മുഴം ഉയരുക, അതാണ്. അപ്പൊ എവിടെയാലും പറ്റില്ല. ഇപ്പൊ സൗദിയിലായാലും വേണ്ടില്ല, ആഫ്രിക്കയിലും ആയാലും വേണ്ടില്ല, ഇന്ത്യയിലായാലും വേണ്ടില്ല, എല്ലായിടത്തും എവിടെയായാലും സൂര്യൻ ഉദിക്കുമല്ലോ. ആ സൂര്യൻ ഉദിച്ചു, എന്നിട്ട് നമ്മുടെ ദൃഷ്ടിയിൽ ഒരു 7 മുഴം ഉയരുക. അതാണ് എന്നുവെച്ചാൽ നമ്മളിവിടെ സാധാരണ കണക്കാക്കിയത് സൂര്യൻ ഉദിച്ചിട്ട് 20 മിനിറ്റ് എന്നാണ്. 20 മിനിറ്റ് വേണ്ടി വരൂല, എന്നാലും സൂക്ഷ്മതയ്ക്ക് വേണ്ടി. സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞാൽ ളുഹാന്റെ സമയമായി. പിന്നെ ഉംറയ്ക്ക് ശേഷം വിദാഇന്റെ തവാഫ് നിർബന്ധമുണ്ടോ? ഇവിടെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അപ്പൊ എല്ലാവരും സമ്മതിക്കുന്നുണ്ടോ എന്ന് എനിക്കതിനെ പറ്റി അറിയില്ല. ഈ വദാഇന്റെ തവാഫിനെ കുറിച്ച് നമ്മൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ഈ പറഞ്ഞ എല്ലാവരും മനസ്സിലാക്കണം കേട്ടോ. വദാഇന്റെ തവാഫിന്റെ വിഷയത്തിൽ ഉലമാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. വദാഇന്റെ തവാഫ് അത് ഹജ്ജിന്റെ അമലുകളിൽപ്പെട്ട ഒരു അമൽ മാത്രമാണ് എന്ന അഭിപ്രായം. ഹജ്ജിന്റെ അമലിൽപ്പെട്ട ഒരു അമൽ മാത്രമാണ് എന്നൊരു അഭിപ്രായമുണ്ട്.
അപ്പൊ ആ അഭിപ്രായം അനുസരിച്ച് ഉംറ കഴിഞ്ഞ് ഒരാൾ നാട്ടിൽ പോകുന്നത് നമുക്ക് വദാഇ തവാഫ് നിർബന്ധമില്ല. അല്ലെങ്കിൽ വെറുതെ ഒരാൾ മക്കത്തേക്ക് വന്നതാണ്, അയാൾ മക്കയോട് വിട പറയാണ്, എന്നാലും അയാൾക്ക് വദാഇ തവാഫ് നിർബന്ധമില്ല. പിന്നെ ഈ അഭിപ്രായം അനുസരിച്ച് ഹജ്ജിന്റെ അമാലുകൾപ്പെട്ട ഒരു അമലാണ് വദാഇ തവാഫ് എന്ന അഭിപ്രായം അനുസരിച്ച്, ആ അഭിപ്രായം അനുസരിച്ച് ഹജ്ജ് കഴിഞ്ഞ് എന്നിട്ട് അയാൾ എന്ത് ചെയ്യാണ്, അയാളുടെ നാട്ടിലേക്ക് തിരിക്കുക. എന്ന് വെച്ചാൽ മക്കയിൽ നിന്ന് 132 കിലോമീറ്റർ അപ്പുറത്തേക്ക് അയാൾ പോവുകയാണ്. അയാൾ സ്വന്തം നാട്ടുകാരും വേണ്ട, വേറെ ആരും വേണ്ട, മക്കയിൽ നിന്ന് 132 കിലോമീറ്റർ അപ്പുറത്തേക്ക് അയാൾ പോവുകയാണ്. എന്നാൽ അയാൾക്ക് വദാഇന്റെ തവാഫ് നിർബന്ധമാണ്. വദാഇന്റെ തവാഫ് ചെയ്തിട്ടില്ലെങ്കിലോ, കരുതിക്കുട്ടി ചെയ്തില്ലെങ്കിൽ അയാൾ കുറ്റക്കാരനാണ്. ഇനി കരുതിക്കുട്ടി ചെയ്യട്ടെ, എങ്ങനെ ചെയ്യട്ടെ, അയാൾക്ക് വദാഇന്റെ തവാഫ് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് ഒരാടിനെ അറുത്തു കൊടുക്കൽ നിർബന്ധമാണ്. അപ്പൊ ഹജ്ജ് കഴിഞ്ഞു, എന്നിട്ട് അയാൾ മക്കയിൽ നിന്ന് അയാളുടെ നാട്ടിലേക്കോ മറ്റോ അയാൾ 132 കിലോമീറ്റർ ദൂരത്തേക്ക് അയാൾ യാത്ര പോവുകയാണ് എങ്കിൽ അയാൾക്ക് വദാഇന്റെ തവാഫ് നിർബന്ധമാണ്. ചെയ്തിട്ടില്ല എങ്കിൽ ആട് അറുത്തു കൊടുക്കൽ നിർബന്ധമാണ്. മറ്റൊരു അഭിപ്രായം, വദാഇന്റെ തവാഫ് ഹജ്ജിന്റെ അമലിൽപ്പെട്ടതല്ല, പിന്നെ അത് മുസ്തഖില്ലായ ഒരു ഇബാദത്താണ്. അങ്ങനെ അഭിപ്രായമുണ്ട്. വദാഇന്റെ തവാഫ് ഹജ്ജിന്റെ അമലിൽപ്പെട്ടതല്ല, പിന്നെ അതൊരു തനിച്ച ഇബാദത്താണ്. മക്കയോട് ഒരാൾ വിട പറയുകയാണ്, മക്കയിൽ നിന്ന് 132 കിലോമീറ്റർ 2 മറഹല ദൂരത്തേക്ക് ഒരാൾ വിട പറയുകയാണ്, എന്നാൽ അവന് വദാഇന്റെ തവാഫ് നിർബന്ധമാണ്. അത് ഹജ്ജ് കഴിഞ്ഞ് പോകുകയാലും വേണ്ടില്ല, ഉംറ കഴിഞ്ഞ് പോകുകയാലും വേണ്ടില്ല. അതല്ലെങ്കിൽ മക്കയിൽ ഒരു കുടുംബക്കാരുണ്ട്, ആ കുടുംബക്കാരനെ കാണാമെന്നാണ് ഇയാള്. അങ്ങനെ ആ കുടുംബക്കാരനെ കണ്ടിട്ട് അയാൾ മക്കയോട് വിട പറയാണ് 132 കിലോമീറ്റർ അപ്പുറത്തേക്ക്, എന്നാലൊക്കെ വദാഇന്റെ തവാഫ് നിർബന്ധമാണ്. ആ അഭിപ്രായം അനുസരിച്ച് വദാഇ തവാഫ് നിർബന്ധമാണ്. അഥവാ വദാഇ തവാഫ് ചെയ്തിട്ടില്ലെങ്കിലോ ആടിന് അറുത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പൊ ഏറ്റവും നല്ലത് ഏതഭിപ്രായം പിടിക്കലാ നല്ലത്? നല്ല അഭിപ്രായം, ഞാൻ ആദ്യത്തെ അഭിപ്രായം പിടിക്കില്ല, ഹജ്ജിന്റെ അമലിൽപ്പെട്ടതാണെന്നുള്ള അഭിപ്രായം പിടിക്കല നല്ലതില്ലേ, ഹജ്ജിന്റെ അമലിൽപ്പെട്ടതാണ്. അപ്പൊ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആൾ വദാഇ തവാഫ് ചെയ്യണം. മറ്റത് ബുദ്ധിമുട്ടാണ്. മറ്റത് ചിലപ്പോ ആളുകൾക്ക് ഇപ്പൊ റിയാദിലൊക്കെ ഉള്ള ആളുകൾ, ബുറൈദയിലുള്ള ആളുകൾ, ഹായിലുള്ള ആളുകൾക്ക് ചിലപ്പോ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ മക്കയിലേക്ക് വരേണ്ടി വരും. എന്നിട്ട് അവർ പോകുമ്പോ വദാഇന്റെ തവാഫ് ചെയ്യാൻ സാധിക്കും, ചെയ്തില്ലെങ്കിലോ അപ്പൊ കുറ്റക്കാരാവും, പിന്നെ ആടിന് അറുത്ത് കൊടുക്കണം, അങ്ങനെയൊക്കെ പ്രശ്നം വരൂലേ. അപ്പൊ അവർക്ക് നല്ലത് അതാണ്, ഹജ്ജിന്റെ അമാലുകൾപ്പെട്ട അമലാണ്, അതൊരു തനിച്ച ഇബാദത്തല്ല എന്ന അഭിപ്രായം സ്വീകരിക്കലാവും സൗകര്യം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നാളെ എനിക്കൊരാൾ വിളിച്ചല്ലോ, ഇന്നലെ ഞാനേ അല്ലേ, ജിദ്ദക്കാർക്കൊന്നും വദാഇ തവാഫില്ല. ജിദ്ദയിൽ 132 കിലോമീറ്റർ, മക്കയിൽ 132 കിലോമീറ്റർ ഉണ്ടാ, ജിദ്ദയിലേക്ക് ഇല്ലല്ലോ. മക്കയിൽ നിന്ന് 132 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ വദാഇ തവാഫുള്ളൂ, ഇല്ല. അപ്പൊ ജിദ്ദക്കാർക്കൊന്നും വദാഇ തവാഫില്ല. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഭർത്താവിന് ഭാര്യയും മകനും ഉമ്മയും മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുമോ? ഭർത്താവ് മരിച്ചു, ഭർത്താവിന്റെ ഭർത്താവിനെ കുളിപ്പിക്കുന്നത് ആരാണ്? ഭാര്യ കുളിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഇമ്മ കുളിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ മകൻ കുളിപ്പിക്കുകയാണ്, ആർക്കും കുളിപ്പിക്കാം. പക്ഷെ ഏറ്റവും ഉത്തമം അല്ലെ, പുരുഷൻ മരിച്ചാൽ അവന്റെ ഏറ്റവും അടുത്ത കുടുംബക്കാരായ പുരുഷന്മാരെ കുളിപ്പിക്കലാണ് ഏറ്റവും ഉത്തമം. ഒരാൾ പുരുഷൻ മരിച്ചാലേ അയാളുടെ ഏറ്റവും അടുത്ത കുടുംബക്കാർ, മക്കള്, വാപ്പ, പിന്നെ എളാപ്പ, അങ്ങനെ ജയശാഞ്ചന്മാർ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ആ മയ്യത്തിന്റെ ഏറ്റവും അടുത്ത കുടുംബക്കാരായ പുരുഷന്മാർ കുളിപ്പിക്കുക. അടുത്ത കുടുംബക്കാരായ പുരുഷന്മാർ ഇല്ല എങ്കിൽ പിന്നെ ദൂര കുടുംബക്കാരായ പുരുഷന്മാർ കുളിപ്പിക്കുക. ദൂര കുടുംബക്കാരായ പുരുഷന്മാരും ഇല്ല എങ്കിൽ മറ്റ് അന്യപുരുഷന്മാർ കുളിപ്പിക്കുക. മറ്റ് അന്യപുരുഷന്മാരും ഇല്ല എങ്കിൽ അവനെ തൊട്ടാൽ ഒതു മുറിയാത്ത, അതുപോലെ ഭാര്യയോ അതിൽ തൊട്ടാൽ ഒതു മുറിയാത്ത പിന്നെ സ്ത്രീകളെ കുളിപ്പിക്കുക. ഇനി അതും ഇല്ല നിൽക്കുക അല്ലേ, അടുത്ത കുടുംബക്കാരും ഇല്ല, അകന്ന കുടുംബക്കാരും ഇല്ല, അന്യപുരുഷന്മാരും ഇല്ല, തൊട്ടാൽ ഒതു മുറിയാത്ത സ്ത്രീകളോ അതിൽ ഭാര്യയോ അതും ഇല്ല, പിന്നെ ആര് മാത്രമേ ഉള്ളൂ? അവനെ തൊട്ടാൽ ഒതു മുറിയുന്ന അന്യ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ നിൽക്കുക. എന്നാ കുളിപ്പിക്കാൻ പറ്റുമോ? പറ്റൂല. പിന്നെ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഏതെങ്കിലും ഒരു സ്ത്രീ അവളുടെ കയ്യമ്മ ഒരു മുണ്ടൊക്കെ ചിറ്റിട്ട് തേമം ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കഫൻ ചെയ്യുക. അതാ വേണ്ടത്, കുളിപ്പിക്കണ്ട. ഏതെങ്കിലും സ്ത്രീ കയ്യമ്മ മുണ്ട് ഒരു മറ എന്തെങ്കിലുമൊക്കെ വേണല്ലോ നേരെ തൊടാതിരിക്കാനായി, എന്നിട്ട് ഭൂമിയിൽ അടിക്കുക, മണ്ണിലടിക്കുക, അവന്റെ മുഖം തടവുക, പിന്നെ ഒന്നും കൂടി അടിച്ച് 2 കൈമിൽ തടവുക, തേമം ചെയ്ത് കൊടുക്കുക, അങ്ങനെ പിന്നെ കഫൻ ചെയ്യുക. അതാണ് വേണ്ടത്.
അതുപോലെ തന്നെ ഇനി ഒരു സ്ത്രീ മരിച്ചു നിൽക്കുക. സ്ത്രീ മരിച്ചാല് അവളെ കുളിപ്പിക്കേണ്ടത് ആരാണ്? കുളിപ്പിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടത് ആരാണ്? സ്ത്രീ മരിച്ചാൽ അവളുടെ അടുത്ത കുടുംബക്കാരായ സ്ത്രീകൾ കുളിപ്പിക്കുക. അവളുടെ മക്കളോ അല്ലെങ്കിൽ ഉമ്മേ അല്ലെങ്കിൽ ജ്യേഷ്ഠത്തിമാരോ അനുജത്തിമാരോ ഇങ്ങനൊക്കെ ഏറ്റവും അടുത്ത കുടുംബക്കാരായ സ്ത്രീ കുളിപ്പിക്കുക. അടുത്ത കുടുംബക്കാരായ സ്ത്രീ ഇല്ലെങ്കിലോ അകന്ന കുടുംബക്കാരായ സ്ത്രീകൾ കുളിപ്പിക്കുക. അകന്ന കുടുംബക്കാരും ഇല്ലെങ്കിലോ കുടുംബമൊന്നും ഇല്ലാത്ത അന്യ സ്ത്രീകളുണ്ടല്ലോ അവരും കുളിപ്പിക്കുക. അന്യ സ്ത്രീകളും ഇല്ല നിൽക്കുക. എന്നാലാണ് പിന്നെ ആർക്ക് അവിടെ തൊട്ടാൽ മുതൽ മുറിയാത്ത പുരുഷന്മാർ കുളിപ്പിക്കുക. ആങ്ങളാരോ വാപ്പേ അല്ലെങ്കിൽ ഇനി തൊട്ടാവൊന്നും മുറിയെങ്കിലും ശരി ഭർത്താവ് അതുപോലെ തന്നെയാണ് ഭർത്താവോ ഒക്കെ കുളിപ്പിക്കുക. ഭർത്താവും പിന്നെ അങ്ങനെ അവരും ഇല്ല. പിന്നെ ആര് മാത്രമേ ഉള്ളൂ? അവളെ തൊട്ടാൽ പോലും മുറിയുന്ന അന്യ പുരുഷന്മാർ മാത്രമേ ഉള്ളൂ കുളിപ്പിക്കാൻ നിൽക്കുക. എന്നാൽ അവിടെ കുളിപ്പിക്കേണ്ട തേമം ചെയ്യുക, കഫൻ ചെയ്യുക, മയ്യിത്ത് നിസ്കരിക്കുക, മറവ് ചെയ്യുക. അതാണ് വേണ്ടത്. ഉസ്താദിന്റെ മൊബൈൽ നമ്പർ ഇപ്പൊ വേണപ്പോ ഇത് അത് എല്ലാത്തിനും നമുക്ക് PM ചെയ്തൂടെ? ഇപ്പൊ ഈ PM മറുപടി അല്ലേ ഈ സമയത്ത് PM ചെയ്യണം. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഉസ്താദെ, തവാഫ് ചെയ്യുമ്പോൾ ഹനഫി മദ്ഹബിലേക്ക് മാറുന്നത് കുഴപ്പമില്ല എന്ന് ഉസ്താദ് മുമ്പ് പറഞ്ഞിരുന്നു. അങ്ങനെ മറന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എങ്ങനെ മാറാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? തവാഫ് ചെയ്യും നിങ്ങൾ ഈ പറഞ്ഞ ആള് പറഞ്ഞ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കേൾക്കണ്ട അത് ഈ PM ചെയ്ത ആള് ഉണ്ടെങ്കിൽ ഒരു അടിച്ചാൽ നിങ്ങൾ ആ PM തന്നെ ഒരു അടിച്ചാൽ മതി. ഉണ്ട്. തവാഫ് ചെയ്യുമ്പോൾ മാത്രമല്ല ഏത് വ്യക്തിക്കും ഏത് മദ്ഹബും സ്വീകരിക്കാം. അതാ ഇപ്പൊ ഞാനിപ്പോ ഷാഫി മദ്ഹബുകാരനാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യാ? ഹനഫി മദ്ഹബുകാരനാവാം, മാലിക്കി മദ്ഹബുകാരനാവാം, ഒക്കെ ആവാം. ഇനി നാളെ സുബഹി ഞാൻ നിസ്കരിക്കുന്ന ഹനഫി മദ്ഹബ് പ്രകാരമാണ്, ളുഹർ മാലിക്കി മദ്ഹബ് പ്രകാരം, അസർ ഹംബലി, മഗ്രിബ് ഷാഫി, അങ്ങനൊക്കെ ചെയ്യാം. പക്ഷെ അവിടൊക്കെ വേണ്ടത് എന്താണെന്ന് കണ്ടോ? അവിടൊക്കെയുള്ള വിഷയം. അതുപോലെ തന്നെ തവാഫ് എന്ത് ചെയ്ത് ഒരാള് ഹനഫി മദ്ഹബ് പ്രകാരം ചെയ്ത് പിന്നെ ഇനി തവാഫിന് ശേഷമാണ് മറ്റൊരു അമല് വേറെ മദ്ഹബ് അങ്ങനൊക്കെ പറ്റും. പക്ഷെ അവിടൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം പിന്നെ ആ മദ്ഹബ് അനുസരിച്ച് അവന്റെ തവാഫ് സഹീഹാവണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഹനഫി മദ്ഹബ് പ്രകാരമാണ് ഒരാൾ തവാഫ് ചെയ്യുന്നത്. എന്നാൽ അവിടെ ഹനഫി മദ്ഹബ് പ്രകാരം തവാഫ് സഹീഹാവണം. തവാഫിന് എന്ത് വേണം? തവാഫിന് വലിയ ശുദ്ധി എടുത്തിട്ടും ചെറിയ ശുദ്ധി എടുത്തിട്ടൊക്കെ ശുദ്ധിയാവണല്ലോ, ഒളു വേണം അല്ലേ? അപ്പൊ ഹനഫി മദ്ഹബിലാണ് ഒളു സഹിയാവണം. നമ്മൾ ഷാഫി മദ്ഹബ് പ്രകാരം തലയിൽ നിന്ന് അല്പം മാത്രം തടവിക്കൊണ്ട് ഒരു ഷാഫി മദ്ഹബിലെ ഏറ്റവും ചുരുങ്ങിയ ഒളു ഉണ്ടല്ലോ, ആ ഒളു എടുത്ത വ്യക്തിയാണ്. അപ്പൊ ഹനഫി മദ്ഹബ് പ്രകാരം അയാളെ ഒളു സഹിയായിട്ടില്ല. കാരണം ഹനഫി മദ്ഹബ് പ്രകാരം ഒളു സഹിയാണെങ്കിൽ തലയുടെ 4 ഭാഗം മോർദാവിന്റെ കതിരെങ്കിലും തടവണം, എന്നാലേ ഒളു സഹിയാവുള്ളൂ. അപ്പൊ അതൊക്കെ ചെയ്യണം. അപ്പൊ ഒന്നുണ്ടാക്കുമ്പോൾ മുതൽക്ക് ശ്രദ്ധിക്കണം എന്നർത്ഥം. ഒന്നുണ്ടാക്കുമ്പോൾ മുതൽ ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതാണ്. അപ്പൊ ഞാൻ ഹനഫി മദ്ഹബ് മാത്രമല്ല, നമ്മൾ എല്ലാ മദ്ഹബ് അനുസരിച്ചും സഹിയാവുന്ന രീതിയിൽ എപ്പോഴും ഒന്നുണ്ടാക്കാൻ ശ്രമിക്കണം. എപ്പോഴും അങ്ങനെ നമ്മൾ ചെയ്യണം. എല്ലാ മദ്ഹബ് പ്രകാരം സഹിയാവുന്ന രീതിയിൽ ഒന്നു ചെയ്യുക. അതിന് ഉദാഹരണം പറയുകയാണെങ്കിലേ ഹനഫി മദ്ഹബ് പ്രകാരം തലയുടെ 4 ഭാഗം, അതായത് മൂർദാവിന്റെ കതിരെങ്കിലും തടവൽ നിർബന്ധമാണ് തല തടവുമ്പോ. അതേസമയത്ത് ഹംബലി മദ്ഹബ് പ്രകാരമാണെങ്കിലോ, ഹംബലി മദ്ഹബ് പ്രകാരം തല മുഴുവൻ തടവൽ നിർബന്ധം. അതുപോലെ തന്നെ ചെവി തടവലും ഹംബലി മദ്ഹബ് പ്രകാരം നിർബന്ധമാണ്. കാരണം ചെവി തലയിൽപ്പെട്ടതാണ് എന്നാണ് ഹംബലി മദ്ഹബ്. ചെവി തലയിൽപ്പെട്ടതാണ്. അപ്പൊ തല മുഴുവൻ തടവണം എന്ന് പറയുമ്പോ അപ്പൊ തലയും ചെവിയും തടവണം. ചെവി തന്നെ മുഴുവൻ തടവണം, അതിന്റെ ഉള്ളും പുറമൊക്കെ ശരിക്കും തടവണം. എന്നാലേ. പക്ഷെ നമ്മുടെ മദ്ഹബിൽ അതൊക്കെ സുന്നത്താണ് അല്ലേ? തല മുഴുവൻ തടവൽ നമ്മുടെ മദ്ഹബിൽ സുന്നത്താണ്. ചെവിയുടെ ഉള്ളും പുറമൊക്കെ ശരിക്കും തടവൽ നമ്മുടെ മദ്ഹബിൽ സുന്നത്താണ്. അതുപോലെ ചില മദ്ഹബില് വെറും വെള്ളം ഒലിപ്പിച്ചാൽ മാത്രം പോരാ, പിന്നെന്ത് വേണം? ആ വെള്ളം നടത്തുന്ന അവയവത്തിന്റെ മേൽ കൈയും നടത്തലും കൂടി നിർബന്ധമാണ്. അതിനാണ് ദൽക്കുലാഹ് അവയവങ്ങൾ തേച്ച് കഴുകുക എന്ന് പറയാം. നമ്മുടെ മദ്ഹബിലെ സുന്നത്താണ്. അപ്പൊ നമ്മുടെ മദ്ഹബിലെ എല്ലാ സുന്നത്തും എടുത്തുകൊണ്ട് ഒരാൾ ഒളു ചെയ്തു നിൽക്കുക. ഉദാഹരണം പറയാൻ മുങ്കൈ കഴുകി, വായുവിടം കൊപ്പിച്ചു, എന്നിട്ട് എന്ത് ചെയ്ത് മുഖം കഴുകി, പിന്നെ 2 കൈയും കഴുകി,
ആ കൈ ഇതൊക്കെ കഴുകുന്ന സമയത്ത് അവന്റെ വെറും വെള്ളം ഒലിപ്പിക്കൽ മാത്രമല്ലാതെ അവന്റെ കൈ ആ അവയവത്തിന് മേത്തൊക്കെ നടത്തുന്നു, നേരെ നടത്തു ചെയ്തു, മുഴുവൻ ചെവിന്റെ ഉള്ളും പുറമൊക്കെ തടവി, കാല് കഴുകി അല്ലേ. ഇങ്ങനെ ഒരാള് കാലൊക്കെ കഴുകുമ്പോ അവന്റെ വെറും വെള്ളം കാലുമ്പോ മുക്കിപ്പാട് മാത്രമല്ല, പിന്നെയോ അവന്റെ കൈ ആ കാലിന്റെ മേലെ നടത്തുകയും ചെയ്തു. ഇപ്പൊ അവന്റെ വുളു 4 മദ്ഹബ് അനുസരിച്ചും അവന്റെ വുളു സഹിയായിട്ടുണ്ട്. ഇപ്പൊ 4 മദ്ഹബ് അനുസരിച്ചും സഹിയായിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാ, ഇനി നിസ്കരിക്കാൻ സമയത്ത് ഏത് മദ്ഹബ് അനുസരിച്ച് നിസ്കരിക്കാൻ തന്നെ, കാരണം എല്ലാ മദ്ഹബ് അനുസരിച്ചും അവന്റെ വുളു സഹിയായിട്ടുണ്ടല്ലോ. അപ്പൊ ഇനിയിപ്പോ അവന് ഹംബലി മദ്ഹബ് അനുസരിച്ചോ അല്ലെങ്കിൽ ഏത് മാലിക്കി മദ്ഹബ് അനുസരിച്ച് ഏത് മദ്ഹബ് അനുസരിച്ചും നിസ്കരിക്കാം, തവാഫ് ചെയ്യാം. അപ്പൊ അതാണ്, അപ്പൊ നമ്മളൊരു മറ്റൊരു മദ്ഹബ് മാറുമ്പോൾ ആ മദ്ഹബ് അനുസരിച്ച് അവന്റെ ആ അമൽ സഹീഹാവണം, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമില്ല. ഉസ്താദെ, വിസ സംബന്ധമായ ഒരു ബുദ്ധിമുട്ടിലാണ്. വിസ തന്ന ആൾ നാളെ വിവരം തരാം എന്ന് പറഞ്ഞിരിക്കുന്നു. ഹൈറാവാൻ വേണ്ടി ദുആ ചെയ്യണം. പിന്നെ മോന് 3 വിസക്ക് വേണ്ടി 25,200 റിയാല് കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകം ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഏറ്റവും നല്ല ഹൈറായ രീതിയിലാക്കി തരട്ടെ. വിഷമത്തിലും ബുദ്ധിമുട്ടൊന്നും അല്ലാഹു തആല പെടുത്താതിരിക്കട്ടെ. എല്ലാം ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും ഹൈറായ രീതിയിൽ അല്ലാഹു പര്യവസാനിപ്പിക്കട്ടെ. അല്ലാഹു എല്ലാം ഹൈറാക്കി തരട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ട ഉസ്താദെ, ജിദ്ദയിൽ നിന്ന് നാട്ടിൽ പോവുകയാണെങ്കിലോ? അത് വിഷയമാണ്. ഏതൊരാ ഹജ്ജ് ചെയ്ത് അല്ലേ, നമ്മള് എന്ത് വെച്ചു, ഹജ്ജിന്റെ അമലുകൾ പെട്ടതാണ് വദാഇന്റെ തവാഫ്. അതല്ലാതെ മറ്റ് അമലുകൾ ഉംറന്റെ ശേഷവും അല്ലെങ്കിൽ വേറെ ഇതിനു ശേഷം ഒന്നും വദാഇന്റെ തവാഫില്ല എന്ന അഭിപ്രായം നമ്മൾ പിടിച്ചു. അങ്ങനെ ഹജ്ജ് കഴിഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്താണ്, ജിദ്ദയിൽക്കാണ് പോണത്. ജിദ്ദയിൽ നിന്ന് അയാൾ നാട്ടിലും പോവാണ്. എന്നാൽ അയാൾക്ക് വദാഇന്റെ തവാഫ് നിർബന്ധമാണ്. തന്നെ സംഗതിക്കാരൻ അയാൾ ജിദ്ദയിൽ നിന്ന് മാത്രമല്ല, ജിദ്ദയിൽ നിന്ന് ഇനി അവിടുന്ന് വീണ്ടും പോവുകയുള്ളൂ. ഞാൻ ആദ്യം തന്നെ വദാഇന്റെ തവാഫ് ചെയ്ത് ജിദ്ദയിൽ പോയിട്ട് അയാൾ താമസിച്ച് നിൽക്കുന്നത്, പിന്നെ വീണ്ടും അങ്ങോട്ട് തിരിച്ചു വരുമൊന്നും വേണ്ട. ആദ്യത്തെ ആ വദാഇന്റെ തവാഫ് തന്നെ മതി. അപ്പൊ ജിദ്ദയിൽക്ക് മാത്രമല്ല, ജിദ്ദയിൽ നിന്ന് അദ്ദേഹം നാട്ടിലേക്കും കൂടി പോകുന്നു എങ്കിൽ വദാഇന്റെ തവാഫ് നിർബന്ധമാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, കല്യാണം കഴിഞ്ഞതിന് ശേഷം ചില നാട്ടിൽ ഭർത്താവിന്റെ വീട്ടിൽ, ചില നാട്ടിൽ പെണ്ണ് വീട്ടിൽ താമസിക്കുന്നു. ഇതിന് മതപരമായി എന്താണ് ഉദ്ദേശം? അത് എവിടെ താമസിപ്പിച്ചാലും വേണ്ടില്ല, അവൾക്ക് വീട് കൊടുക്കൽ അവന്റെ മേൽ നിർബന്ധമാണ്. ഒരാൾ വിവാഹം കഴിച്ചാലേ അവൾക്ക് 3 കാര്യം ചെയ്തു കൊടുക്കാൻ നിർബന്ധം അല്ലേ. ഒന്ന്, അവൾക്ക് ഭക്ഷണം കൊടുക്കൽ ഭർത്താവിന്റെ മേൽ നിർബന്ധമാണ്. വസ്ത്രം കൊടുക്കലും ഭർത്താവിന്റെ മേൽ നിർബന്ധമാണ്. പാർപ്പിടം കൊടുക്കലും ഭർത്താവിന്റെ മേൽ നിർബന്ധമാണ്. ആ ഭർത്താവിന്റെ ബാധ്യതപ്പെട്ടാണ് അവൾക്ക് ഭക്ഷണം കൊടുക്കല്. ഈ വാപ്പ പറഞ്ഞു, ഓളെ വാപ്പ പറഞ്ഞു, എന്റെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നു, ഞാൻ കൊടുത്തോണ്ട് കാരണം നിൽക്കുന്നത് വളരെ നല്ലതാണ് അല്ലേ. ആ ബാധ്യത ഒരാൾ ഏറ്റെടുത്ത് നിൽക്കുക, അത്രയും നമുക്ക് ലാഭം കിട്ടിയതല്ല, എന്താ വേറെ പ്രശ്നമൊന്നുമില്ല. ഇവന്റെ ബാധ്യതയാണ്, അത് വേറെ ആൾ ഏറ്റെടുത്താലും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുപോലെ അവൾക്ക് വസ്ത്രം കൊടുക്കലും ഇവന്റെ മേൽ നിർബന്ധമാണ്. പക്ഷെ വസ്ത്രം വാപ്പ പറയാണ്, എന്റെ കുട്ടിക്ക് വസ്ത്രമൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തോണ്ട് പറഞ്ഞാല് ആയിക്കോട്ടെ, ശുക്രൻ എന്ന് പറയണം. ഇനി താമസിക്കാനും താമസം സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഭർത്താവിന്റെ മേൽ നിർബന്ധമാണ്. ഇനി വേറെ ആളത് ഏറ്റെടുക്കുകയാണെങ്കിൽ ശരി, അതിനൊരു ശുക്ർ പറയാന്നില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഭക്ഷണം കൊടുക്കലും വസ്ത്രം കൊടുക്കലും പാർപ്പിടം കൊടുക്കലും ഭർത്താവിന്റെ മേൽ നിർബന്ധമാണ്. ഇനി അത് മറ്റാരെങ്കിലും ഏറ്റെടുത്തു ഭർത്താവിന്റെ ഉള്ള വാപ്പേ അത് കൊടുക്കാന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഉപ്പാന്റെ ആടാണ് ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉപ്പാക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ഉപ്പാന്റെ ഖബർ ജീവിതം അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഇനി പ്രത്യേകം ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു അവന്റെ ദീൻ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. പല ആളുകളും പല പ്രാവശ്യമായി പല വിഷയങ്ങൾക്ക് വേണ്ടി നമ്മോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ എന്തൊരു വിഷയത്തിന് വേണ്ടിയാണോ ആവശ്യപ്പെട്ടത് ആ വിഷയം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈറായ രീതിയിൽ, നല്ല രീതിയിൽ അവർക്ക് നിറവേറ്റി കൊടുക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. നമ്മളൊക്കെ മരിക്കുന്ന സമയത്ത് അല്ലാഹു പൂർണ്ണ ഈമാനോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ.
മരണത്തിന് ശേഷം ഖബർ ജീവിതം അള്ളാഹു റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. ഹിസാബ് എളുപ്പമാക്കി തരട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മിന്നറിയും വേഗം സിറാത്ത് വിട്ട് കടന്ന് സ്വർഗത്തിൽ എത്തുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ഒരു നിമിഷം പോലും നരകത്തിൽ കടക്കാതെ അവലീങ്ങളോടുകൂടി സാബിയങ്ങളോടുകൂടി സ്വർഗത്തിൽ പ്രവേശിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിലായിക്കൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും താമസിപ്പിക്കട്ടെ. വസല്ലല്ലാഹു